كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത് സലഫുകളുടെ സ്വഭാവ സവിശേഷതകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അഥവാ വിശ്വാസികൾക്കിടയിൽ അവർ പുലർത്തിയിരുന്ന പരസ്പരമുള്ള കാരുണ്യവും ദയയും. ആ സ്വഭാവം നമ്മൾ ആർജിക്കണം. അതിൻ്റെ അനിവാര്യതയെപ്പറ്റിയാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങൾ പരസ്പരം നമുക്ക് ബാധ്യതയുള്ള, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകേണ്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഒന്നാമത്തേത്, മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പര ബാധ്യതയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച 6 കാര്യങ്ങളാണ്. ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ആ 6 കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആ 6 കാര്യങ്ങൾ പരസ്പരം വിശ്വാസികൾ, മുസ്ലിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക എന്നത് നിർബന്ധമാണ്, ബാധ്യതയാണ്. അതുപോലെ തന്നെ വിശ്വാസികൾ പരസ്പരമുണ്ടാകേണ്ട, അള്ളാഹുവും റസൂലും കണിശമായി വിശ്വാസികൾക്കിടയിൽ രൂപപ്പെടണമെന്ന് നിർബന്ധം പിടിച്ച ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കുകയും
ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം പരിശോധിക്കുകയും ചെയ്യാനാണ് ഈ ഖുതുബ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ആ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു, മുസ്ലിം എന്ന് പറഞ്ഞാൽ, ആ മുസ്ലിം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വലിയ ഔലിയാക്കന്മാരെ പറ്റിയിട്ടുള്ള സംസാരമല്ല. വലിയ സൂക്ഷ്മത പുലർത്തുന്ന ആളുകളെ മാത്രം മുസ്ലിമീങ്ങളായി കണ്ടുകൊണ്ടല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. മറിച്ച് മുസ്ലിം ആവാൻ 3 ക്വാളിറ്റി നമ്മൾ പറഞ്ഞു. മൻ സ്വല്ല സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന വ അകല ദബീഹതന. നമ്മൾ അറുത്തത് തിന്നുക, നമ്മുടെ കഅബയെ ഖിബ്ലയായി സ്വീകരിക്കുക, നമ്മുടെ നമസ്കാരം നമസ്കരിക്കുക. ഈ 3 ക്വാളിറ്റി ഉള്ളവൻ മുസ്ലിമാണ്. അവനുമായി പങ്കുവെക്കേണ്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. അല്ലാതെ വലിയ ഔലിയാക്കന്മാരായിട്ട് പങ്കുവെക്കേണ്ട കാര്യങ്ങളല്ല. വലിയ മുത്തഖികളുമായി, വലിയ ആലിമീങ്ങളുമായി, വലിയ ആബിദീങ്ങളുമായി പങ്കുവെക്കേണ്ട കാര്യമല്ല നമ്മൾ പറയുന്നത്. സാധാരണ ലോക്കൽ നമ്മൾ മുസ്ലിമീങ്ങൾക്കിടയിൽ പരസ്പരം ഉണ്ടാകേണ്ട ബാധ്യതകളെ പറ്റി. ആ മുസ്ലിമിനെ എവിടെയൊക്കെ കാണാം? ആ മുസ്ലിമിനെ എൻ്റെ വീടിൻ്റെ അകത്ത് കാണാം, എൻ്റെ രക്തബന്ധത്തിൽ കാണാം, എൻ്റെ കുടുംബ ബന്ധത്തിൽ കാണാം, എൻ്റെ അയൽപക്ക ബന്ധത്തിൽ കാണാം, എൻ്റെ സഹപ്രവർത്തകരുടെ കൂട്ടത്തിൽ കാണാം. അങ്ങനെ എല്ലായിടത്തും ആ മുസ്ലിമീങ്ങളെ കാണാം. ആ മുസ്ലിമീങ്ങളെ കാണാം. ശരാശരി മുസ്ലിമീങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിങ്ങളുടെ ക്വാളിറ്റി പറഞ്ഞു. അവരോട് പങ്കുവെക്കേണ്ട ബാധ്യതയാണ്. ആദ്യത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. അവർക്കിടയിൽ 6 ബാധ്യത ഉണ്ട്. 1, ഇദാ ലഖീതും ഫസല്ലിം അലൈഹി, പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയണം. വ ഇദാ ദഅക ഫഅജിബുഹു, അവൻ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണം. വ ഇദസ്തൻസഹക ഫൻസഹു, അവൻ നിന്നോട് ഉപദേശം തേടിയാൽ അവനെ ഉപദേശിക്കണം. വ ഇദാ അതസ ഫഹമിദല്ലാഹു ഫസമ്മിതുഹു, അവൻ തുമ്മുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നത് കേട്ടാൽ അതിന് മറുപടി നൽകണം. വ ഇദാ മരിള ഫഅദുഹു, അവൻ രോഗിയായി കഴിഞ്ഞാൽ ഫഅദുഹു, അവനെ എന്ത് ചെയ്യുക? സന്ദർശിക്കുക. വ ഇദാ മാത ഫത്ബഅഹു, അവൻ മരിച്ചാൽ അവൻ്റെ മയ്യത്തിന് അനുധാവനം ചെയ്യുക. ഈ 6 ബാധ്യത. ഈ 6 ബാധ്യതയിൽ നിർത്തിയിട്ടില്ല. അതാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. അടുത്തതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മൻ കാനത് ഇൻദഹു മദ്ലിമത്തുൻ ലി അഖീഹി മിൻ ഇർളിഹി ഔ മിൻ ഷൈഇൻ. മൻ കാനത് ഇൻദഹു, ആരുടെയെങ്കിലും അരികിലുണ്ടെങ്കിൽ, മദ്ലിമത്തുൻ ലി അഖീഹി, തൻ്റെ സഹോദരനോട് കാണിച്ചിട്ടുള്ള അതിക്രമം ആരുടെ അരികിലെങ്കിലും ഉണ്ടെങ്കിൽ, മിൻ ഇർളിഹി, അവൻ്റെ അഭിമാനത്തെ ക്ഷണപ്പെടുത്തുന്ന എന്തെങ്കിലും അക്രമം ആരെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ഔ മിൻ ഷൈഇൻ, അല്ലെങ്കിൽ ഈ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള അക്രമം ഒരു മുസ്ലിമിനോട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫൽയതഹല്ലൽഹു മിൻഹുൽ യൗം, ഇന്ന് അവൻ അതിന് ഹല്ലുണ്ടാക്കട്ടെ എന്നാണ്. ഇന്ന് തന്നെ അതിന് ഹല്ലുണ്ടാക്കട്ടെ. ആരെങ്കിലും, നമ്മളിൽ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലോ അയൽപക്കത്തിലോ നമ്മുടെ കൂട്ടത്തിലോ കൂട്ടുകാരിലോ പെട്ട മുസ്ലിമീങ്ങളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുന്ന അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, അതല്ലാത്ത വേറെ എന്തെങ്കിലും അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, കച്ചവടം നടത്തിയിട്ട് അവനെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, അവനുമായി സാമ്പത്തിക ഇടപാടിൽ ന്യായമല്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ എന്തെങ്കിലും അക്രമം ഒരു മുസ്ലിമിനോട് മറ്റൊരു മുസ്ലിം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ഫൽയതഹല്ലൽഹു മിൻഹുൽ യൗം, ഇന്നത്തെ ദിവസം തന്നെ, ഈ ദിവസം തന്നെ അവൻ അതിന് ഹല്ലുണ്ടാക്കട്ടെ, അതിന് പരിഹാരം ഉണ്ടാക്കട്ടെ. ഖബൽ അൻ ലാ യകൂന ദീനാറുൻ വലാ ദിർഹം, കാരണം ദിർഹമും ദീനാറും ഉപകാരപ്പെടാത്ത ഒരു ദിവസം വരാനുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ദിർഹമോ ദീനാറോ പിന്നെ എനിക്ക് യാതൊരു ഉപകാരവുമില്ല. എൻ്റെ സമ്പാദ്യം, എൻ്റെ പണം, എൻ്റെ ധനം, അതെനിക്ക് ഉപകാരമില്ല. അത് വരുന്നതിന് മുമ്പ്, ആ ദിവസം വരുന്നതിന് മുമ്പ് ആർക്കെങ്കിലും മുസ്ലിമീങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവനത് തീർത്തുകൊള്ളട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അവനത് തീർത്തുകൊള്ളട്ടെ. ഇനി തീർത്തിട്ടില്ലെങ്കിലോ, ഞാൻ മരിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ചോളൂ, ഓരോരുത്തരും അവനവൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇറങ്ങി നിന്ന് ആലോചിച്ചോളണം. നമ്മൾ വലിയ നന്മകളെ പറ്റി പറയും അല്ലേ, വലിയ തിന്മകളിൽ നിന്ന് മാറിക്കണതിനെ പറ്റിയിട്ട് പറയും. അപരൻ്റെ സൂക്ഷ്മതയെ നമ്മൾ നിരീക്ഷിക്കും,
അതിനെ പരിശോധനാ വിധേയമാക്കും. മറ്റുള്ളവരെ പറ്റിയിട്ടാണ് അവന്റെ താടിയിലെ കുറവ്, വസ്ത്രത്തിലെ കുറവ്, അവന്റെ പെരുമാറ്റത്തിലെ കുറവ്, അവന്റെ പ്രവർത്തനങ്ങളിലെ കുറവ്, അവന്റെ ജമാഅത്ത് നമസ്കാരങ്ങളിലെ കുറവ്, ഇങ്ങനെ എണ്ണി എണ്ണി നമ്മൾ ഇരിക്കാറുണ്ടല്ലോ. നമ്മളെ എണ്ണി തുടങ്ങണം. നമ്മളെ എണ്ണി തുടങ്ങണം. നരകം വാങ്ങാൻ വ്യഭിചരിക്കണമെന്നില്ല, നരകം വാങ്ങാൻ പലിശ വാങ്ങണമെന്നില്ല, നരകം വാങ്ങാൻ കൊലപാതകം ചെയ്യണമെന്നില്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും ഒന്ന് എൻ്റെ സഹോദരനെ വേദനിപ്പിക്കുന്ന, അപമാനിക്കുന്ന ഒരു പണി ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. എൻ്റെ സഹോദരനെ, മുസ്ലിമായ എൻ്റെ സഹോദരനെ, അവനെൻ്റെ സംഘടനയിൽപ്പെട്ടവനാകും, അവനെൻ്റെ അയൽവാസിയാകും, അവനെൻ്റെ കുടുംബക്കാരനാകും, ആരാകട്ടെ, മുസ്ലിമായ എൻ്റെ സഹോദരനെ ഏതൊക്കെയോ വിധത്തിൽ അവന്റെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന ചില ഇടപെടലുകൾ എന്നിൽ നിന്നുണ്ടായിട്ടുണ്ട്. തീർത്തോളണം, ഇന്ന് തന്നെ തീർത്തോളണം. ഇനി നാളേക്ക് വെക്കണ്ട. വെച്ചാൽ നിങ്ങൾക്ക് നാളെ എന്ന് പറയുന്നത് ദിനാറോ ദിർഹമോ ഉപകാരപ്പെടാത്ത നാളെയാകും. അതിനു മുമ്പ് തീർത്തിട്ടില്ലെങ്കിൽ ഇൻ കാന ലഹു അമലുൻ സ്വാലിഹൻ ഉഖിദ മിൻഹു ബിഖദ്രി മദ്ലിമതിഹി. അവന്റെ അക്രമത്തിന് തോതനുസരിച്ച് അവന്റെ അമൽ സ്വാലിഹാത്തുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല എടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സഹോദരനോട് ഒരു അതിക്രമം ചെയ്തിട്ട് മാന്യനായി നിസ്കരിച്ച് പള്ളിയിൽ വന്ന് ജമാഅത്തിന് പങ്കെടുത്ത് ആളുകൾക്കിടയിൽ ഹജ്ജ് ചെയ്തവനും പള്ളിയിലുമായി ബന്ധപ്പെട്ടവനൊക്കെ ആയിരിക്കും ജനങ്ങളുടെ ഇടയിൽ. പക്ഷേ ഞാൻ എൻ്റെ മുസ്ലിം സഹോദരനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മുസ്ലിമായ സഹോദരനെ ക്ഷതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഇൻ കാന ലഹു അമലുൻ സ്വാലിഹുൻ ഉഖിദ മിൻഹു ബിഖദ്രി മദ്ലിമതിഹി. അവൻ ചെയ്ത അക്രമത്തിന്റെ തോതനുസരിച്ച് അവന്റെ അമൽ സ്വാലിഹാത്തിൽ നിന്ന് അല്ലാഹു പിടിക്കും. എൻ്റെ അമൽ സ്വാലിഹാത്തിൽ നിന്ന് പിടിച്ചിട്ട് ഈ ആൾക്ക് അല്ലാഹു കൊടുക്കും. ഞാൻ അക്രമിച്ചവന് കൊടുക്കും. ഞാൻ അവനെ അപവാദം പറഞ്ഞുപോയി, വേണ്ടാത്ത ചിന്തകൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ജനിപ്പിക്കുന്ന വർത്താനങ്ങൾ പറഞ്ഞുപോയി, അവനെ ഞാൻ ആളുകളെ കൊണ്ട് വെറുപ്പിച്ചു. ഞാൻ ഇങ്ങനെ പണിയെടുത്തിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ കൊലപാതകം ചെയ്തിട്ടില്ല, പലിശ വാങ്ങിയിട്ടില്ല, മഹാപാപങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ മുസ്ലിമായ മനുഷ്യൻ എന്നെ കൊണ്ട് ഈ ദുനിയാവിൽ അവന്റെ മനസ്സ് വേദനിച്ചു, അവന്റെ കണ്ണുകൾ നിറഞ്ഞു. പടച്ചോനെ അവൻ വിളിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഓർത്തോ, ഈ ഖുത്ബ അവനുള്ളതാണ്, ഈ ജുമുഅ ഞാൻ അവനുള്ളതാണ്, എൻ്റെ അമലു സ്വാലിഹാത്തുകൾ അവനുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു വഇൻ ലം യകുൻ ലഹു ഹസനാത്തുൻ. ഇനി അവന്റെ ഹസനാത്തൊക്കെ കഴിഞ്ഞുപോയി, കൊടുത്ത് ആൾക്കാർ ഉപദ്രവിച്ച് കൊടുത്ത് കഴിഞ്ഞു പോയാൽ ഉഖിദ മിൻ സയ്യിആതി സാഹിബിഹി. ആ ആളുകൾ പരാതിക്കാരൻ, വിഷമിപ്പിച്ചവൻ, ഞാൻ ദുഃഖിപ്പിച്ചവൻ, അപമാനിച്ചവൻ, അടിച്ചവൻ, മർദ്ദിച്ചവൻ, വഞ്ചിച്ചവൻ, ഞാൻ ഏറ്റവും മോശമായി പെരുമാറിയവൻ, അവന്റെ തിന്മയിൽ നിന്ന് ഉഖിദ മിൻ സയ്യിആതി സാഹിബിഹി, അവന്റെ തിന്മയിൽ നിന്ന് അല്ലാഹു പിടിക്കും. എന്നിട്ടോ ഫഹുമില അലൈഹി, എൻ്റെ തലയിലേക്ക് അല്ലാഹു വെച്ചു. മുസ്ലിമിനെ തൊട്ടാൽ സൂക്ഷിച്ചോളണം. മുസ്ലിമായ മനുഷ്യൻ അവിടെ സുന്നി നോക്കി കളിച്ചിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയാണ് പുതിയ കാലഘട്ടത്തിൻ്റെ കണക്കൂട്ടല്. സുന്നിക്കും മുജാഹിദിനും ഇത് ബാധകമല്ല, ജമാഅത്തിനും മുജാഹിദിനും ഇത് ബാധകമല്ല. മുസ്ലിം എന്ന് പറയാൻ പറ്റുന്ന എല്ലാവർക്കും ബാധക. അല്ലെങ്കിൽ നിങ്ങൾ കാഫിർ എന്ന് പറഞ്ഞോളണം, എല്ലാവർക്കും ബാധക. ആ ഒരു മനുഷ്യന്റെ അഭിമാനത്തിൽ തൊട്ട് ക്ഷതപ്പെടുത്തിയാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിമിന്റെ അടിസ്ഥാന ക്വാളിറ്റി പരസ്പരം ഉപദ്രവിക്കാൻ പാടില്ല. നമ്മൾ ആലോചിക്കാം, നമ്മുടെ നാവും കൈയും കൊണ്ട് ഉപദ്രവിക്കപ്പെട്ട ആളുകൾ, അടുത്ത ക്വാളിറ്റി അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മുസ്ലിം ആവണമെങ്കിൽ അടിസ്ഥാനപരമായ ബാധ്യത എന്താ? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം എന്നാൽ മുസ്ലിം എന്നാൽ മൻ സലിമൽ മുസ്ലിമൂൻ, മറ്റ് മുസ്ലിമീങ്ങൾ സംരക്ഷിക്കപ്പെടണം. മിൻ ലിസാനിഹി, അവന്റെ നാവിൽ നിന്ന് സംരക്ഷിക്കപ്പെടണം. വയദിഹി, അവന്റെ കയ്യിൽ നിന്ന് സംരക്ഷിക്കപ്പെടണം. എന്റെ നാവിൽ നിന്ന് ഈ പള്ളിയിലുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, എന്റെ കയ്യിൽ നിന്ന് ഈ പള്ളിയിലുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ മുസ്ലിമല്ല, യഥാർത്ഥ മുസ്ലിമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ,
മുസ്ലിമിനെ ചീത്ത വിളിക്കൽ ഫിസ്ഖാണ്, അധർമ്മമാണ്. വഖിതാലുഹു കുഫ്റുൻ, അവനുമായി യുദ്ധം ചെയ്യൽ കുഫ്റാണ്. അവനുമായി യുദ്ധം ചെയ്യൽ കുഫ്റാണ്. മുസ്ലിമീങ്ങൾ പരസ്പരം കൈവെക്കാൻ പാടില്ല. ഒരു മുസ്ലിമിന്റെ മേത്ത് മറ്റൊരു മുസ്ലിം കൈവെക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എത്രയാണെന്ന് അറിയോ? നിങ്ങൾ അങ്ങാടിയിൽ കൂടെ നടക്കുമ്പോൾ നിങ്ങളെ വാളിന്റെ ഉറകൾ, നിങ്ങളെ കയ്യിൽ ആയുധമുണ്ടെങ്കിൽ അതിന്റെ കൂർത്ത ഭാഗം നിങ്ങൾ ഒതുക്കി പിടിക്കണം, മറച്ചു പിടിക്കണം. മുസ്ലിമീങ്ങളെ മേത്തെങ്ങാൻ അറിയാണ്ട് തട്ടിയാലോ അങ്ങനെ സൂക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങളെ നമ്മൾ സൂക്ഷിച്ചോളണം. നമ്മളെ ധാരണ നമ്മൾ എടുക്കുന്ന നിലപാടുകളെ മുഴുവൻ ന്യായീകരിക്കും മുസ്ലിമീങ്ങൾക്കെതിരെ. നമ്മളൊരാളെ ചീത്ത വിളിച്ച സ്വാഭാവികല്ലേ? നമ്മളൊരാളെ തല്ലിയാൽ അവൻ തുടങ്ങിയിട്ടല്ലേ? ന്യായങ്ങൾ നമ്മൾ മനസ്സിലാക്കി മുസ്ലിമീങ്ങളെ സൂക്ഷിച്ചോളണം. മുസ്ലിമീങ്ങളെ നമ്മൾ ശരിക്കും സൂക്ഷിച്ചോളണം. അവനെ ഒന്ന് ചീത്ത വിളിച്ചാൽ, ഇപ്പൊ നമ്മൾ പിണങ്ങിയ പിന്നെ ചീത്ത വിളിയാണ്, അസഭ്യം വിളിക്കാൻ നമുക്ക് മടിയില്ല. നമ്മളെല്ലാം അങ്ങനെയാണ്. ഒന്ന് തെറ്റി ദേഷ്യം പിടിച്ചാൽ അസഭ്യം വിളിക്കാൻ നമുക്ക് മടിയില്ല. നമ്മൾ മനസ്സിലാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ, ഒരു മുസ്ലിമിനെ ചീത്ത വിളിച്ചാൽ ഫാസിഖായിട്ടാണ് നീ പരലോകത്തേക്ക് വരിക. അക്രമി, തെമ്മാടിത്തം ചെയ്തവൻ ഒരു മുസ്ലിമിനെ ചീത്ത വിളിച്ചാൽ വഖിതാലുഹു കുഫ്റുൻ, അവനേറ്റെങ്ങാനും ശണ്ട കൂടിയാൽ യുദ്ധം ചെയ്താൽ കുഫ്റായിട്ടാണ് നീ വരിക, കാഫറായിട്ടാണ് നീ വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കും. സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി രേഖപ്പെടുത്തിയതാ. ഇനി മൂന്നാമത്തേത് എന്താ? അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. ആരാ ഈ മുസ്ലിമീങ്ങൾ? ഞാൻ പറഞ്ഞില്ല, ആ 3 ക്വാളിറ്റി അത് സൂക്ഷിച്ചവർ സുന്നിയും മുജാഹിദും ജമാഅത്തും തബ്ലീഗും അടങ്ങുന്ന കേരളത്തിലെ നമ്മളെ മുസ്ലിമീങ്ങളുണ്ടല്ലോ, ആ മുസ്ലിമീങ്ങളെ പറ്റി റസൂൽ പറയും, അൽ മുസ്ലിം അഖുൽ മുസ്ലിം, നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്. നിങ്ങളെ പോരായ്മ അള്ള ചോദിച്ചോളും. നിങ്ങൾ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കാനും ഫാസിഖാക്കാനും നടക്കണ്ട. ലാ യസ്ലിമുഹു വലാ യുസ്ലിമുഹു, മുസ്ലിം ഒരിക്കലും മറ്റൊരു മുസ്ലിമിനെ ആക്രമിക്കില്ല, വേറൊരുത്തിനെ ആക്രമിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയില്ല. നമ്മൾ ആക്രമിക്കൂല എന്ന് മാത്രമല്ല, ഒരു മുസ്ലിമിനെ മറ്റൊരു മനുഷ്യൻ ആക്രമിക്കുന്ന മറ്റൊരു സാഹചര്യത്തിലേക്ക് അവനെ തള്ളിവിടില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വമൻ കാന ഫീ ഹാജത്തി അഖീഹി, ആരെങ്കിലും തന്റെ സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി നടന്നാൽ, ശരിക്കും മനസ്സിലാക്കിക്കോ, മുസ്ലിമായ ഒരു മനുഷ്യൻ അവന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്താൽ, അവൻ നടന്നാൽ, കാന അല്ലാഹു ഫീ ഹാജത്തിഹി, പടച്ചോൻ അവന്റെ ആവശ്യം നിറവേറ്റാൻ നടക്കും. ഈ കൂട്ടത്തിലെ ഒരു മുസ്ലിമിന് എന്തോ ആവശ്യമുണ്ട്, ആ ആവശ്യം നിറവേറ്റാൻ ഞാൻ ആളുകളെ വിളിക്കുന്നു. നമ്മൾ മനസ്സിലാക്കി, ശരിക്കും നമ്മൾ മനസ്സിലാക്കിക്കോ. ഒരാളെന്നോട് പറയുന്നു, എനിക്ക് ഇന്നൊരു ആവശ്യമുണ്ട്. ആ ആവശ്യം അയാൾ പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യമില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് തീർക്കാവുന്ന പ്രശ്നമുള്ളൂ. എനിക്കറിയില്ല, വേറെ ആരെങ്കിലും സമീപിക്കുന്നു പറയാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ ഞാൻ അത് ചെയ്യാതെ ആ മുസ്ലിമിന്റെ ആവശ്യം പരിഗണിച്ച് ഞാൻ അത് അറിയുന്ന ആളുകളെ വിളിക്കുന്നു, അവരോട് ചോദിക്കുന്നു, സംസാരിക്കുന്നു. ഇയാളുടെ ഒരു ഹാജത്ത്, ഒരു ആവശ്യം ഞാൻ നിറവേറ്റി കൊടുക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിക്കൊള്ളണം, ഇത് നടക്കുന്ന സമയമത്രയും കാലമത്രയും നാളുകളത്രയും അല്ലാഹു സുബ്ഹാനഹു വതആല കാന അല്ലാഹു ഫീ ഹാജതിഹി, അല്ലാഹ് എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശരിയാക്കിക്കൊണ്ടിരിക്കും. എൻ്റെ ആവശ്യങ്ങളുണ്ടല്ലോ, എൻ്റെ പല ആവശ്യങ്ങളുണ്ടല്ലോ, ആ ആവശ്യങ്ങൾ അല്ലാഹ് പരിഹരിച്ചു കൊണ്ടിരിക്കും. മുസ്ലിങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ പരിഹരിച്ചു കൊണ്ടിരിക്കുന്ന കാലമത്രയും. ഇതാണ് മുസ്ലിം. അല്ലാഹു സുബ്ഹാനഹു വതആല ആ മുസ്ലിമിന് കൊടുത്ത പ്രാധാന്യം. വമൻ ഫറജ അൻ മുസ്ലിമിൻ ഖുർബതൻ, ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ പ്രയാസം ദൂരീകരിക്കാൻ വേണ്ടി നടന്നാൽ, ഒരു ഹാജത്ത് നിർവഹിച്ചു കൊടുത്തു, ഒരു ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നു ഒരു സ്ഥലത്ത്, മറ്റൊരു സ്ഥലത്തോ ഒരു മുസ്ലിമിന്റെ പ്രയാസം അറിയിച്ചത് പരിഹരിക്കാൻ നടക്കുന്നു, പരിഹരിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു. ഫറജല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബാതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ അവന്റെ പ്രശ്നങ്ങളെ മുഴുവൻ അല്ലാഹു അങ്ങോട്ട് പരിഹരിക്കും. അവന് മരിക്കുക, സുഖമായിട്ട് മരിക്കുക. മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നടന്നവനുണ്ടല്ലോ, മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടന്നവനുണ്ടല്ലോ, അവന് സുഖമായിട്ട് മരിക്കാം. കാരണം എന്താ? അവന്റെ പ്രശ്നങ്ങൾ അല്ലാഹു പരിഹരിച്ചു. അവന് ഇനി മരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളില്ല, അവനെ സംബന്ധിച്ച് ഇനി ഖബറിലെ പ്രശ്നങ്ങളില്ല, മഹ്ശറയിലെ പ്രശ്നങ്ങളില്ല, ഖിയാമത്ത് നാളിന്റെ പ്രശ്നങ്ങളില്ല. എല്ലാ പ്രശ്നങ്ങൾക്ക് മുൻപിൽ അവൻ വരുമ്പോ
അല്ല ഇതാ അവന്റെ പ്രശ്നം പരിഹരിച്ചിട്ട് അത് നീക്കിക്കളയാണ്. കാരണം എന്താ? ദുനിയാവിൽ അവന്റെ പണി മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കലായിരുന്നു. അവരുടെ പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ അത് അന്വേഷിക്കുന്നു, വിവാഹങ്ങൾ ആലോചിക്കുന്നു, വിവാഹങ്ങൾ കൊണ്ടുവരുന്നു. അവന്റെ കച്ചവടം, സഹോദരന്റെ കച്ചവടം പ്രശ്നമുണ്ടെങ്കിൽ ആളുകളെ കാണുന്നു, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു. അവന് സ്വന്തം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആളുകളെ ചേർക്കുന്നു. സകാത്ത് സെല്ലിലൂടെ മുസ്ലിമീങ്ങൾ അവന് സഹായിക്കുന്നു. അതുപോലെ പല 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 ആവശ്യങ്ങളുള്ള ആളുകളുടെ, മുസ്ലിമീങ്ങളുടെ ആവശ്യമറിഞ്ഞ് അവൻ നേർക്ക് ചെയ്യാൻ പറ്റുന്നത് അവൻ ചെയ്യുന്നു. അവനെ കൊണ്ട് പറ്റാത്തത് പറ്റുന്നവരിലേക്ക് ആ പ്രശ്നത്തെ അവൻ എത്തിക്കുന്നു. ഇത്രയാണ് അവൻ ചെയ്തത്. ഇത്രയാണ് അവൻ ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവന്റെ പ്രശ്നം ഞാൻ പരിഹരിക്കും. അവന്റെ എല്ലാ കുർബത്തുകളുണ്ടല്ലോ അത് ഞാൻ പരിഹരിക്കും. വമൻ ശതറ മുസ്ലിമൻ, ആരെങ്കിലും മുസ്ലിമിന്റെ ന്യൂനത, പാപം ആരെങ്കിലും മറച്ചു വെച്ചാൽ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന്റെ പാപം അല്ലാഹു മറച്ചു വെക്കും. നോക്കാം, അവന്റെ പാപം. നിങ്ങളൊരാൾ വേണ്ടാത്ത പണി ചെയ്യുന്ന ഞാൻ കണ്ടാൽ ഞാനത് മറച്ചു വെച്ച് ആളറിയിച്ചില്ല, വേറൊരാളുടെ ചെവിയിലും കുറുകി കൊടുത്തില്ല. അങ്ങനെ ഞാനത് മറച്ചു വെച്ചാൽ അല്ല പറയുന്നു എന്റെ പാപം ആര് മറക്കും? അല്ല മറക്കും. അല്ല ഒരു പാപം മറച്ചാൽ പിന്നെ അങ്ങനെ ഒരു പാപമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പാപം മറച്ചാൽ പിന്നെ അങ്ങനെ ഒരു പാപം നമുക്കില്ല, നമ്മളെ അക്കൗണ്ടിലില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമുമായി ബന്ധപ്പെട്ട് പരസ്പരം, ഏത് മുസ്ലിമാ? നമ്മൾക്കിടയിൽ പരസ്പരം അനുവർത്തിക്കേണ്ട നിലപാട്. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, മൻ ഹമാ മുഅ്മിനൻ മിൻ മുനാഫിഖിൻ, ആരെങ്കിലും ഒരു കപടവിശ്വാസിയിൽ നിന്ന് മുസ്ലിമിന് സംരക്ഷണം ഒരുക്കിയാൽ, ആരിൽ നിന്നാവട്ടെ, ഒരു മുസ്ലിമിന് ഒരു അപകടം സംഭവിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടാൽ, ഒരു ആപത്ത് സംഭവിക്കുന്ന കാര്യം നമ്മൾ കണ്ടാൽ, ഒരു സന്ദർഭം നമുക്ക് ബോധ്യമായാൽ അവന് സുരക്ഷിതത്വം ഒരുക്കി കൊടുക്കുക. അവനെ സഹായിച്ചാൽ ബഅസല്ലാഹു മലക്കൻ, അല്ലാഹു ഒരു മലക്കിനെ അയക്കും. യഹ്മി ലഹ്മഹു യൗമൽ ഖിയാമത്തി മിൻ നാരി ജഹന്നം, നരകത്തിന്റെ തീയിൽ നിന്ന് അവന്റെ മാംസത്തെ പ്രത്യേകം കാത്ത് പ്രൊട്ടക്ഷൻ ചെയ്ത് സഹായിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു മലക്കിനെ അവനക്കല്ല ഏർപ്പാടാക്കി കൊടുക്കും. നിങ്ങൾ മനസ്സിലാക്കിക്കോ, എനിക്കൊരു മലക്കുണ്ടാവും. ഒരു മുസ്ലിമായ മനുഷ്യനുണ്ടല്ലോ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ വിപത്തിൽ നിന്ന് ഞാൻ സഹായിച്ചാൽ, അവനക്കൊരു പ്രശ്നം, ഒരു പ്രയാസമുണ്ട്, ആ പ്രയാസത്തിൽ ഞാൻ സഹായിച്ച ഒരു സംരക്ഷണം ഞാൻ ഒരുക്കി കൊടുത്തു. ചിലപ്പോൾ ശത്രുവിൻ്റെതാകും, ചിലപ്പോൾ അവൻ്റെ ശത്രുവിൻ്റെ നിന്നാകും, അല്ലെങ്കിൽ വേറെ രൂപത്തിലുള്ള അവൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതിൽ നിന്ന് അവനൊരു പ്രൊട്ടക്ഷൻ ഞാൻ ഒരുക്കി കൊടുത്താൽ ബഅസല്ലാഹു മലക്കൻ, അല്ലാഹ് അതിനു വേണ്ടി മാത്രമായിട്ടൊരു മലക്കിനെ അങ്ങോട്ട് സൃഷ്ടിക്കും, ആ മലക്കിനെ അങ്ങോട്ട് അയക്കും. അതിനു വേണ്ടി മാത്രം മലക്ക്. ആ മലക്കിന്റെ ഡ്യൂട്ടി എന്താ? ഞാൻ എങ്ങനെയാണോ എൻ്റെ സഹോദരനെ സഹായിച്ചത്, സംരക്ഷിച്ചത്, അതുപോലെ എൻ്റെ മാംസത്തെ, എൻ്റെ ഇറച്ചിയെ നരകത്തീയിൽ പെടാതെ, കരിയാതെ, കത്താതെ, അതിൻ്റെ ചൂടനുഭവിക്കാതെ അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മലക്കിനെ അള്ളങ്ങടെ ഇറക്കും. എനിക്ക് വേണ്ടിയിട്ട്, നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി ഇറക്കും അള്ളാഹു. വമൻ റമാ മുസ്ലിമൻ ബിശൈഇൻ, ആരെങ്കിലും ഒരു മുസ്ലിമിന് മേൽ ഒരു ദുരാരോപണം ഉന്നയിച്ചു, യുരീദു ശൈനഹു ബിഹി, അതുകൊണ്ട് അവനെ വഷളാക്കാൻ വിചാരിച്ചിട്ട് ഒരു ആരോപണം ഇങ്ങോട്ട് പറഞ്ഞു, ഒരു ആരോപണം പറഞ്ഞു, ഊഹത്തിന്റെ മേൽ അവനെപ്പറ്റി വേണ്ടാത്തൊരു വർത്തമാനം പറഞ്ഞു. അങ്ങനെ പറഞ്ഞാലോ ഹസബഹുല്ലാഹു അലാ ജിസ്രി ജഹന്നം, നരകത്തിന്റെ പാലത്തിന് മുകളിൽ വെച്ച് അള്ളാഹ് അവനെ തടഞ്ഞു വെക്കും. നരകപാലം കടന്നങ്ങോട്ട് പോകാൻ പറ്റൂല, അടിയിൽ നരകം ഇരിക്കും. അവിടെ വെച്ച് അള്ളാഹ് അവനെ തടഞ്ഞു വെക്കും. ഹത്താ യഖ്റുജ മിമ്മാ ഖാൽ, അവൻ പറഞ്ഞിന്ന് അവൻ മടങ്ങണത് വരെ അവിടെ ഉണ്ടാവും. ദുനിയാവിൽ നമ്മളവിടെ ഉണ്ട്, നമ്മളാ പാലത്തിലുണ്ട്, നമ്മളെ അള്ളാഹ് തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ എത്ര ആളുകളെ പറ്റി വേണ്ടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞു, പരസ്പരം ഭിന്നിപ്പിച്ചു, ഫിത്ന പരത്തിക്കൊണ്ടിരുന്നു, ജനങ്ങൾക്കിടയിൽ, ആളുകൾക്കിടയിൽ കുഴപ്പങ്ങളുണ്ടാക്കി, മനുഷ്യന്മാരെ തമ്മിൽ തെറ്റിച്ചു, കുടുംബ ബന്ധങ്ങൾ തകർത്തു. പാലത്തുമ്പോൾ നമ്മൾ നിൽക്കുകയാണ്, അതവിടെ തടഞ്ഞു വെച്ചിരിക്കുക. പറഞ്ഞത് മുഴുവൻ തീർത്തിട്ട് മരിച്ചാൽ അവിടുന്ന് വീണ്ടും റൺ ചെയ്യാൻ നടക്കാം. അല്ലാഹ് പറയാം, അവിടുന്ന് സ്റ്റെപ്പ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് തീർത്തോളണം, പറഞ്ഞതിൽ നിന്നും മടങ്ങണം. അവൻ എന്താ പറഞ്ഞുണ്ടാക്കിയത്, ആ പറഞ്ഞുണ്ടാക്കിയത് അവൻ തന്നെ ഇല്ലാണ്ടാക്കണം.
അവൻ തന്നെ തിരുത്തി പറയണം. വേണ്ടാത്തത് തിരുത്തി അവൻ ശരിയാക്കി പറയണം. ശരിയാക്കി പറഞ്ഞിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവന് അവിടെ അല്ല നിർത്തിരിക്കുക, ജിസ്രി ജഹന്നം, നരകത്തിന്റെ പാലത്തുമ്പ് നിർത്തിരിക്കുക. ആ പാലത്തുമെന്ന് ഒരു സ്റ്റെപ്പ് അവന് പോകാൻ പറ്റില്ല. റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, മൻ സതറ ഔറത അഖീഹിൽ മുസ്ലിം. ശരിക്കും നമ്മൾ പഠിക്കേണ്ട ഹദീസാണ്. നമുക്കിടയിൽ ഇങ്ങനെ തമാശക്കും കാര്യമായിട്ടും പക വീട്ടാനും ഒക്കെ നമ്മൾ ചെയ്യുന്ന ഏർപ്പാടിനെ പറ്റിയിട്ടാണ് റസൂലുള്ളാഹി പറയുന്നത്. മൻ സതറ ഔറത അഖീഹിൽ മുസ്ലിം. മുസ്ലിമായ ഒരു മനുഷ്യന്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ ന്യൂനത, മ്ലേച്ഛമായൊരു കാര്യം, പുറത്ത് പറയാൻ പറ്റാത്തൊരു കാര്യം അവനിൽ പറ്റിയിട്ടുണ്ട്. പുറത്ത് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കാര്യം പറ്റിയിട്ടുണ്ട്. മൻ സതറ, ആരാണോ അത് മൂടി വെച്ചത്, സതറഹുല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അവന്റെ പുറത്ത് പറയാൻ പറ്റാത്തതൊക്കെ അല്ലാഹു മൂടി വെക്കും. അല്ലാഹു മൂടി വെച്ച പിന്നെന്താണ് അവന് പ്രശ്നം? മുസ്ലിമായ മനുഷ്യന്റെ തെറ്റ്, കുറ്റം, കുറവ്, പാപം പുറത്തേക്ക് പറയാതെ ഒതുക്കി മറച്ച് ആളെ അറിയിക്കാതെ വെച്ചാൽ വെച്ചവന് അല്ലാഹു കൊടുക്കുന്ന ഗിഫ്റ്റാണ് അല്ലാഹു പറഞ്ഞത്. അവൻ്റെത് പടച്ചു സംസാരിക്കൂല, അവൻ്റെത് പിന്നെ ഒരാളും അറിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സംഭവം ഉണ്ടായി. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് മദ്യപിച്ച് ചാടിയിലൂടെ മദ്യമൊഴുകിയതിന്റെ മണമുള്ള ഒരു മനുഷ്യനെ പിന്നെ സഹാബികൾ കൊണ്ടുവന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിശോധിച്ചു, മദ്യപിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി ഇസ്ലാമിക രാജ്യത്ത് മദ്യപിച്ചാൽ ഹദ്ദ് ചെയ്യും, അള്ളാഹിന്റെ റസൂൽ അടിക്കാൻ പറഞ്ഞു. ആളുകൾ അടിച്ചു. സഹാബികൾ ഇങ്ങനെ വലിയ അഭിമാനത്തിൽ നിൽക്കുക, സഹാബികളിൽപ്പെട്ട ചില ആളുകൾ. കാരണം ഞങ്ങൾ ഇസ്ലാമിക രാജ്യത്ത് മദ്യം ഇങ്ങനെ ഒളിച്ചിരുന്ന് കുടിച്ചാൽ ഞങ്ങൾ പിടിച്ചിട്ടുണ്ടെന്നല്ലോ, അവർ വലിയ ആവേശത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് ഒരു തരം അസ്വസ്ഥത. സഹാബികൾക്കറിയാം, അള്ളാഹിന്റെ റസൂലിന്റെ മനസ്സിൽ ഒരു വിഷമുണ്ടെങ്കിൽ ആ മുഖത്ത് കാണും, മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ ആ മുഖത്ത് കാണും. മറച്ചുവെക്കണ പണി നബിക്കില്ല. നബിന്റെ മുഖത്ത് വിവരണമായി കണ്ടപ്പോൾ സഹാബികൾ വന്നിട്ട് ചോദിച്ചു, അള്ളാഹിന്റെ റസൂലേ, ഞങ്ങൾ ചെയ്തത് ഇഷ്ടമായില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ, നിങ്ങൾക്കത് മറച്ചു വെക്കായിരുന്നില്ലേ, നിങ്ങൾക്കത് ഒളിപ്പിച്ച് വെക്കായിരുന്നില്ലേ? അപ്പൊ അവർ ചോദിച്ച, അള്ളാഹിന്റെ റസൂലേ, എങ്കിൽ പിന്നെ താങ്കൾ എന്തിനെ ശിക്ഷിച്ചത്? ഭരണാധികാരിയുടെ അടുത്ത് കുറ്റമെത്തിയാൽ ശിക്ഷാ നടപടിയെടുക്കും. പക്ഷെ ആ കുറ്റം എത്താതെ മറച്ചു വെച്ച് ഒളിച്ചു വെച്ച് അയാളെ നന്നാക്കുന്ന പണിയിൽ നിങ്ങൾക്ക് ഏർപ്പെട്ടൂടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, സഹാബത്തിനെ പഠിപ്പിക്കുക. അതുകൊണ്ടാണ് സഹാബികളുടെ ജീവിതം അവരേറ്റവും സൂക്ഷിച്ചത് ഇതാണ്. ഈസാ നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഈസാ നബി പിന്നെ മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരുത്തൻ ഒരു വസ്തു കക്കുന്നത് കണ്ടു. സനബി കണ്ടതാണ്. സനബി അവൻ്റെ അടുത്ത് ചെന്നിട്ട്, നീ കട്ടില്ലേ, നീ മോഷ്ടിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ, വല്ലാഹി ഞാൻ മോഷ്ടിച്ചിട്ടില്ല, അള്ളാഹിനെ പിടിച്ച് അങ്ങോട്ട് സത്യം ചെയ്ത്. ഈസാ നബി അവൻ്റെ പോക്കറ്റിൽ തപ്പി അത് പിടിച്ച് തെളിയിക്കാനല്ല നിന്നത്. അദ്ദേഹം പറഞ്ഞെന്തറിയോ, ആമൻതു ബില്ലാഹ് വകദബ്തു ഐനി, ഞാൻ അള്ളാഹിൽ വിശ്വസിച്ചു, എൻ്റെ കണ്ണിനെ ഞാൻ കളവാക്കി, എൻ്റെ കണ്ണ് തോന്നിപ്പിച്ചതാകും. ഈസാ നബിക്കറിയാന്നേ ഇയാൾ കെട്ടതാണെന്ന് ഈസാ നബിക്കറിയാം. പക്ഷേ ഒരു മനുഷ്യൻ സത്യമിട്ടിട്ട് പറയാം, കട്ടിട്ട് അവന്റെ പോക്കറ്റിൽ കട്ട വസ്തു ഇട്ടിട്ട്, മോഷ്ടിച്ച വസ്തു ഇട്ടിട്ട് അവൻ നിന്നിട്ട് പറയാം, അള്ളാഹ് ഞാൻ മോഷ്ടിച്ചിട്ടില്ല, വല്ലാഹി ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇന്നങ്ങോട്ട് കാണിക്കലാന്ന് പറഞ്ഞ് പോക്കറ്റിൽ നിന്ന് എടുക്കാൻ ഈസാ നബിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഒരു മുസ്ലിമിനെ വഷളാക്കണ്ട. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞെന്തറിയോ, ആമൻതു ബില്ലാഹ്, നീ സത്യമിട്ട അള്ളാഹ് ഉണ്ടല്ലോ, ആ അള്ളാഹിൽ ഞാൻ വിശ്വസിച്ചു, വകദബ്തു ഐനി, എൻ്റെ കണ്ണിനെ ഞാൻ അങ്ങോട്ട് കളവാക്കി, എൻ്റെ കണ്ണ് തോന്നിപ്പിച്ചെന്ന് വിചാരിച്ചാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവാചകന്മാരുടെയും ഈസാ അലൈഹി ഇസ്ലാം അടക്കമുള്ള നബിമാരുടെ സമീപനം. നമ്മളെ സമീപനം മുസ്ലിമീങ്ങളുടെ മാംസവും അഭിമാനവും നമുക്കൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് വിശ്വാസികളെ, അള്ളാഹ് പറയാ, നിങ്ങൾ മറച്ചെക്കുന്നുണ്ടെങ്കിൽ അള്ളാഹ് നിങ്ങൾക്ക് മറച്ചു വെച്ച് തരും. വമൻ കശഫ ഔറത അഖീഹിൽ മുസ്ലിം, ആരെങ്കിലും മുസ്ലിമായ മനുഷ്യന്റെ ഔറത്ത് വെളിവാക്കിയാൽ, നമ്മളൊരാളോട് പറഞ്ഞ, അറിയാത്ത ഒരാളോട് മറ്റവനെ പറ്റിയിട്ട് അറിയോ? ആകെ നമുക്ക് പരദൂഷണം പറയാൻ അനുവാദം നൽകുന്ന വളരെ കുറഞ്ഞ ഏരിയുണ്ട്. ഒരു വിവാഹാലോചന വരികയാണെങ്കിൽ നമുക്ക് പറയാം. ഒരു മനുഷ്യന്, ഈ പള്ളിയിലെ ഒരു പുരുഷന് പിന്നെ ഒരു പെൺകുട്ടിയുടെ ആലോചന വരികയാണ്, ആ പെൺകുട്ടിയുടെ വാപ്പ വയ്ക്കുകയാണ്, ഇയാളെ പറ്റി എന്താ അഭിപ്രായം? അപ്പോൾ ഉള്ള ദോഷം പറയാം. അല്ലെങ്കിൽ ഭരണാധികാരിയുടെ ചോദ്യത്തിന്, അന്വേഷണത്തിന് പറയാം. അങ്ങനെ ഇസ്ലാം അനുവദിച്ച ചില ഏരിയയുണ്ട്. ഇതല്ലാത്ത കാര്യങ്ങളിൽ മുസ്ലിമീങ്ങളുടെ പോരായ്മകൾ മറച്ചു വെക്കണം. ഇനി വെളിവാക്കി കഴിഞ്ഞാലോ
ഒരാളോട് പറഞ്ഞാൽ വെളിവാക്കാന്ന് പറഞ്ഞാൽ എന്താ? വമൻ കശഫ ഔറത അഖീഹിൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ന്യൂനത ഒരുത്തൻ വെളിവാക്കിയാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വേറൊരുത്തൻ ഇവനിൽ നിന്ന് അറിഞ്ഞാൽ മതി. അല്ലാണ്ട് വെളിവാക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ചാനലിൽ വാർത്ത കൊടുക്കണമെന്നില്ല, പത്രത്തിൽ നോട്ടീസ് ഇടണമെന്നില്ല. മറിച്ച് ഒരുത്തൻ, ഇതറിയാത്ത ഒരുത്തന്റെ കാതിൽക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. വമൻ കശഫ, വെളിവാക്കിയവനായി, ഔറത അഖീഹിൽ മുസ്ലിം, മുസ്ലിമായ മനുഷ്യന്റെ ഔറത്ത്, അവന്റെ ന്യൂനത വെളിവാക്കി, കശഫല്ലാഹു ഔറതഹു, അവന്റെ ന്യൂനത അല്ലാഹു വെളിവാക്കി. നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ, നമ്മളെ ജീവിതത്തിലുണ്ടല്ലോ. ആളുകൾ അറിയാത്തത് പലതും നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. അത് വെളിവാക്കാൻ അല്ലാഹ് ഇറങ്ങും. മുസ്ലിമിന്റെ വെളിവാക്കിയാൽ അല്ലാഹ് നമ്മുടേത് വെളിവാക്കാൻ ഇറങ്ങും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹത്താ യഫ്ളഹു ബിഹാ ഫീ ബൈതിഹി, അവന്റെ വീട്ടിന്റെ ഉള്ളിലിരുന്നാലും അല്ലാഹ് അവനെ നാണം കെടുത്തും. പുറത്തേക്ക് ഇറങ്ങാണ്ട് വീട്ടിന്റെ അകത്ത് ഒളിച്ചിരുന്നാലും അല്ലാഹ് വീട്ടിന്റെ ഉള്ളിൽ വെച്ച് അവനെ നാണം കെടുത്തും. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് അത് ഉണ്ടാക്കി കൊടുക്കും, മുസ്ലിമിനെ അപമാനിക്കാൻ നടന്നാൽ. ഞാൻ പറയുന്നത് ഇത് ഔലിയാക്കന്മാരെ പറ്റിയിട്ടല്ല, മറിച്ച് ലോക്കൽ നമ്മോടൊപ്പം ഇരിക്കുന്ന അപ്പുറത്തിരിക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, അവരെ പറ്റി അവർക്കിടയിൽ പാലിക്കേണ്ട മര്യാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതാണ് അടുത്തത്. ഇനി അവസാനത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി അഖീഹി ബിളഹരിൽ ഗൈബ്. ദഅവത്തുൽ മർഇൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ദുആ, ലി അഖീഹി, തന്റെ സഹോദരന് വേണ്ടി അവൻ നടത്തുന്ന ദുആ, ബിളഹരിൽ ഗൈബ്, രഹസ്യമായിട്ട്, ആരും അറിയാതെ, ആരും കേൾക്കാതെ, അവനും അല്ലാഹ് മാത്രം കേൾക്കുന്ന സമയത്ത്, ആ ഒരു മനുഷ്യന് വേണ്ടി അവൻ അറിയാതെ, അവനില്ലാത്ത സമയത്ത്, അവന്റെ അഭാവത്തിൽ ഞാൻ ദുആ ചെയ്യാണ്. അവനവിടെ ഇല്ല, അവൻ കേൾക്കാനില്ല, അവന്റെ അഭാവത്തിൽ അവന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മുസ്തജാബത്തുൻ, ഉത്തരം കിട്ടും. ആ ദുആക്ക് ഉത്തരം കിട്ടും. ഇന്ദ റഅസിഹി മലക്കുൻ മുവക്കൽ, അവന്റെ തലയുടെ മുകളിൽ ഒരു മുവക്കലായ മലക്കിനെ അല്ലാഹ് ഏൽപ്പിക്കും. മുവക്കലായ മലക്ക് എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക്. ആ മലക്കിന് കൊടുത്ത ഡ്യൂട്ടി എന്താ? ആ ഡ്യൂട്ടിയുമായിട്ട് ആ മലക്ക് അവന്റെ തലയുടെ മുകളിൽ നിൽക്കും. കുല്ലമാ ദഅാ ലി അഖീഹി ബിഖൈർ, എപ്പോഴൊക്കെ ആ സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ രഹസ്യമായിട്ട് ഇവൻ ദുആ ചെയ്യുന്നുണ്ടോ, ഖാലൽ മലക്കുൽ മുവക്കൽ ബിഹി ആമീൻ, ആ മലക്കുൽ മുവക്കൽ ആമീൻ പറയുകയും, വലക ബിമിസ്ലിഹി, വലക ബിമിസ്ലിൻ, നിനക്കും അതിന് തുല്യമായത് അല്ലാഹ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. അതായത് എൻ്റെ ഒരു സഹോദരന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ ദുആ ചെയ്താൽ, ആ ദുആക്ക് ആമീൻ പറയാൻ ഒരു മലക്കിനെ അല്ലാഹ് പടച്ച് എൻ്റെ തലക്ക് മുകളിൽ ഇറക്കും. ആ മലക്കിന്റെ പണി എന്താ? പിന്നെ ഞാൻ മരിക്കുന്നത് വരെ ആ മലക്കിന്റെ പണി എന്താ? എൻ്റെ തലയുടെ മുകളിൽ ഇരുന്നിട്ട് ഞാൻ ഈ കൂട്ടത്തിലെ ഏതെല്ലാം മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ കുടുംബത്തിൽപ്പെട്ട, എൻ്റെ കൂട്ടുകാരിൽപ്പെട്ട എല്ലാ സഹോദരന്മാർക്ക് വേണ്ടിയിട്ടും അവരുടെ അഭാവത്തിൽ, അവരുടെ അരികിലിരിക്കാതെ, അവരുടെ സാന്നിധ്യത്തിലിരിക്കാതെ, അവരുടെ അഭാവത്തിൽ ഞാൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, മരിച്ചവരാണെങ്കിലും ശരി, ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും ശരി, അവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യുന്നുണ്ടോ, ആ കാലമത്രയും അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മലക്കിനെ അയച്ചിട്ട് ആ മലക്ക് ആമീനും പറയും, വലക ബിമിസ്ലിൻ, നിനക്കും അതുപോലെ അല്ലാഹ് തരട്ടെ എന്ന് എനിക്ക് വേണ്ടി ദുആ ചെയ്യും. മുസ്ലിമിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ, അതായിരിക്കും മുസ്ലിമിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ. നമ്മൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നമ്മൾ ഫലസ്തീനികൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ മറന്നില്ലേ? നമ്മൾ ഫലസ്തീനിലെ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ മറന്നില്ലേ? നോക്കൂ, എത്ര ആൾ ഇന്ന് മരിച്ചു എന്നറിയില്ല. 2 ദിവസത്തിന്റെ ഉള്ളിൽ ഭക്ഷണം എത്തിയിട്ടില്ലെങ്കിൽ 40,000-ഓളം കുട്ടികൾ മരിക്കും എന്ന് UN കണക്ക് വരെ പറയാം. ട്രക്കുകൾ ഇപ്പോഴും തടഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല ഇതുവരെ, അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടില്ല. ആകെപ്പാടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അവർക്ക് വേണ്ടി വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പടച്ചവനെ അവരെ ഒന്ന് സഹായിക്കണേ റബ്ബേ. അല്ലാഹുവേ, ആ മക്കളെ, ആ ജനതയെ നീ സഹായിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ നീതികെട്ട ഈ ക്രൂരന്മാരിൽ നിന്ന് റബ്ബേ അവരെ നീ സംരക്ഷിക്കണേ. അവർക്ക് അർഹമായ, ആ ചെമ്മാടികൾക്ക് അർഹമായ ശിക്ഷ നീ കൊടുക്കണേ റബ്ബേ. ദുആ ചെയ്തിട്ടില്ല നമ്മൾ. എന്നിട്ട് നമ്മളെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ മരിച്ച് പട്ടിണി കിടന്ന് മരിക്കുകയാണ്.
ഈ പലസ്തീനികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ബോംബ് ഉപയോഗിച്ചാൽ വലിയ നഷ്ടമാണ്. ആധുനികമായ ആയുധങ്ങൾ ഉപയോഗിച്ചാൽ സാമ്പത്തികമായ നഷ്ടമുണ്ട്. എങ്കിൽ പണം ചെലവാക്കാതെ എങ്ങനെ കൊല്ലാം? പട്ടിണി കിട്ടുമല്ല. ട്രക്കുകൾ ബ്ലോക്ക് ചെയ്താൽ മതി, മനുഷ്യരവിടെ പട്ടിണി കിടന്ന് മരിക്കും. നമ്മൾ ആലോചിക്കും, മരിച്ചോണ്ടിരിക്കുക. അവിടെ ഐക്യരാഷ്ട്ര പറഞ്ഞത് ലോകത്ത് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ആക്ഷൻ നടന്നിട്ടില്ലെങ്കിൽ ആയിരക്കണക്കിന് കുഞ്ഞുമക്കൾ, കുട്ടികൾ മരിക്കുന്ന കണക്ക്. വലിയൊരു കാര്യമില്ല, കുട്ടികൾ മരിക്കുന്ന. എന്നിട്ട് പോലും നമ്മൾ ദുആ ചെയ്യാൻ മറന്നു. അതാണ് മുസ്ലിമുകളായ നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നം. നമ്മൾക്ക് നമ്മളെ പരസ്പരം മനസ്സിലില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമില്ല. ഞാൻ പറയുന്നത്, നമ്മളെങ്ങനെയാണോ മുസ്ലിമീങ്ങൾക്കിടയിൽ നമ്മൾ ഖണ്ഡനം പ്രസംഗം നടത്താൻ, വാദപ്രതിവാദം നടത്താനൊക്കെ നമുക്കൊരു ആവേശം ഉണ്ടല്ലോ, അതുപോലെ തന്നെ മനസ്സിലുണ്ടാവണം. അത് നടത്തുന്ന പോലെ തന്നെ മനസ്സിൽ ഹുബ്ബുണ്ടാവണം, സ്നേഹം ഉണ്ടാവണം. മുസ്ലിമിനൊരു പ്രശ്നം പറ്റിയാൽ എനിക്ക് ഉറങ്ങാൻ പറ്റരുത്. മുസ്ലിം ലോകത്തെവിടെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഒരുമിച്ച് ചെലവഴിച്ചിട്ടില്ല, ഞാൻ ചേർന്നിരുന്നിട്ടില്ല, എന്നെ അയാൾക്കറിയില്ല. പക്ഷേ അയാൾ പലസ്തീന്റെ തെരുവിൽ ആ കുഞ്ഞുമോന്റെ ജഡം കാണുമ്പോ എന്റെ നെഞ്ച് പൊട്ടണം, എന്നാലേ ഞാൻ മുസ്ലിമാവും. എന്റെ ഹൃദയം പൊട്ടണം, എന്നാലേ ഞാൻ മുസ്ലിമായി മാറൂ. അല്ലാഹു സുബ്ഹാനഹു തആല പറയും, വിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു തആല മുസ്ലിമിന്റെ ക്വാളിറ്റി മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ പള്ളിയിൽ പലപ്പോഴും വരാറുള്ള, നമ്മോടൊപ്പം ജുമായിലും ജമാഅത്തിലൊക്കെ പങ്കെടുക്കാറുള്ള നമ്മുടെ സഹോദരൻ മുസ്തഫാക്ക കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ വേദനയും പ്രയാസവും രോഗവുമായി അദ്ദേഹം ICUയിലുള്ളപ്പോൾ നമ്മളെല്ലാ അദ്ദേഹത്തിന് വേണ്ടി, ശിഫക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല മരണമാണ് അദ്ദേഹത്തിന് നൽകിയത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരാൾക്ക് ശിഫ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ അയാൾക്ക് രോഗശമനത്തെക്കാൾ ഖൈർ മരണമായിരിക്കാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഇഷ്ടപ്പെടുന്ന ആൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല രോഗശമനം കൊടുക്കൂല. മരിച്ചാൽ അയാൾക്ക് ഖൈറാകുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ അള്ളാഹ് മരണം കൊടുക്കും. നമ്മൾ ദുഃഖിക്ക് അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ എത്ര ദുആ ചെയ്തു, അല്ലാഹുവേ നീ ശിഫ കൊടുത്തില്ലല്ലോ എന്ന് നമ്മൾ പറയും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗം കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ശിഫ കൊടുക്കാതിരുന്നത്. അല്ലാഹു നമ്മുടെ സഹോദരൻ്റെ കാര്യത്തിൽ അങ്ങനെയാക്കി തീർക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അദ്ദേഹത്തെ അവസാനമായിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി ഞാൻ കാണുന്നത് ബഹ്റൈനിൽ വെച്ചാണ്. ബഹ്റൈനിൽ ഈ പ്രദേശത്തുള്ളൊരു പള്ളിയുടെയും ഇസ്ലാമിക സ്ഥാപനത്തിൻ്റെയും പിരിവിന് വേണ്ടി അദ്ദേഹം വന്നിരിക്കുക. ഞാൻ പറഞ്ഞത് അതിനു വേണ്ടി നടന്ന ഒരാളാണ്. ദീനിയായ സ്ഥാപനങ്ങൾ, ദീനിയായ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി നടന്ന ആളാണ്. റബ്ബ് സുബ്ഹാനഹു തആല അദ്ദേഹത്തിൻ്റെ ഈ മാർഗത്തിലുള്ള ഫീ സബീലില്ലയിലുള്ള എല്ലാ അമൽ സ്വാലിഹാത്തുകളും സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് അറിയാതെ വന്നുപോയ, അറിഞ്ഞു വന്നുപോയ അതിലെ ന്യൂനതകളെല്ലാം അള്ളാഹു പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളെയും അദ്ദേഹത്തെയും ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല ഫലസ്തീനിലെ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, അവർക്കെല്ലാം എത്രയും പെട്ടെന്ന് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമാധാനവും സ്വസ്ഥതയുമുള്ള ഒരു സാമൂഹികാന്തരീക്ഷം അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്തിലെ എല്ലാ ആളുകളുടെയും സപ്പോർട്ട് അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല അവരെ ആക്രമിക്കുന്ന
ആക്രമിക്കുന്ന അധർമ്മകാരികളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അള്ളാഹു സൽബുദ്ധി നൽകുമാറാകട്ടെ. ഇനി അവർ പിന്തിരിയാത്തവരാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ശാപവും കോപവും അവർക്ക് മുകളിൽ ജനങ്ങൾക്ക് സാക്ഷിയായി ഇറക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു തആല എല്ലാ രാജ്യത്തും എല്ലാ ലോകത്തും മുസ്ലിമീങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും കൊടുക്കുമാറാകട്ടെ. എല്ലാ അനൈക്യത്തിൻ്റെ ഇടയിലും നമ്മൾ ഒന്നാണ് എന്ന ബോധം നിലനിർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ആദർശപരമായ വ്യതിരിക്തതകൾക്കിടയിലും മുസ്ലിമാണ് എന്ന സ്നേഹം നിലനിർത്താനുള്ള ഹൃദയ വിശാലതയും ഈമാനും ഇൽമും അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മة إنك أنت الوهاب ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.